അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്, ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വാട്ടർമെലൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു നല്ലൊരു ജാമിൻ്റെ ഒരു നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ആ വാട്ടർമെലൻ വെച്ച് ചെയ്തതാണ് തീരെ അറിയില്ല. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വാട്ടർമെലൻ്റെ പകുതിയോളം എടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അത് എന്നിട്ട് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് അരിക്കണം. അപ്പോൾ സ്ട്രെയിനർ വെച്ച് അരിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എത്ര കപ്പാണ് എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഇത്രയും അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 2 കപ്പ് ഇതാണ് കേട്ടോ, വാട്ടർമെലൻ്റെ ജ്യൂസാണ് കിട്ടിയത്. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിനെ ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. എൻ്റെ ചക്രമത്തക്ക് കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര മധുരമൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളമൊക്കെ ആക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് ചക്രമത്തയുടെ ജ്യൂസിന് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയാൻ മറന്നു, ഒരു ടീസ്പൂൺ അളവിൽ ചെറുതാക്കി മുറിച്ച് ചക്കരമത്തയുടെ പീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പക്ഷേ ആഡ് ചെയ്യുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ ഒരു പരിവാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ്സോളം എടുക്കും ഇതൊന്നും ഇങ്ങനെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ചൂടാറുമ്പോൾ ഇത് കുറച്ചും കൂടി ഇരുന്നൊന്ന് കട്ടിയാവും. അപ്പോൾ അതേ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറിയ ശേഷമാണ് നല്ല ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, നാച്ചുറൽ കളറും നാച്ചുറൽ ടേസ്റ്റും. അപ്പോൾ ചക്കരമത്ത കിട്ടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, ചുമ്മാ പറയുകയല്ല, നല്ല രസമുണ്ട്. നമുക്ക് മക്കൾക്കൊക്കെ ഒരു പേടിയും കൂടാതെ കൊടുക്കാമല്ലോ, ഒരു പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ചിലപ്പോൾ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.